Let us consider 75 gram sample of ice at 1 atmosphere pressure and minus 23 degrees Celsius. Now, if you add heat at a constant rate, then its temperature will start to rise. So, if you see this region, then the temperature of the ice is increasing linearly. ഈ റീജിയൻ്റെ സ്ലോപ്പ് will depend upon the mass of the ice and also the specific heat capacity of the ice. അത് രണ്ടും ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നൗ ഇവിടെ എന്ത് സംഭവിക്കുന്നത്? വാട്ടർ മോളിക്യൂൾസിന് എന്ത് സംഭവിക്കും? ആസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ്, ദി വാട്ടർ മോളിക്യൂൾസ് ഓഫ് ദി ഐസ് ക്രിസ്റ്റൽ വിൽ ഗെറ്റ് മോർ എനർജി and they will start to vibrate more vigorously. If you consider at 0 degrees Celsius, 0 degrees Celsius is the melting point of ice. അതായത് ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആവുന്ന ടെമ്പറേച്ചർ ആണ് 0 degree Celsius. At 0 degree Celsius, the water molecules will have enough kinetic energy to overcome the attractive forces and they will move with respect to one another. 0 degree Celsius ആവുമ്പോൾ മോളിക്യൂൾസിന് ഇനഫ് കൈനറ്റിക് എനർജി ഉണ്ടാവും. ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഓവർകം ചെയ്തിട്ട് അത് ലിക്വിഡായിട്ട് മാറും. സോ ദേ ക്യാൻ മൂവ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ. നൗ മോർ ഹീറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഓഫ് ദി ഐസ്, നമ്മളുടെ കയ്യിലുള്ള ഐസിൻ്റെ ടെമ്പറേച്ചർ ദെൻ ഇൻക്രീസ് ചെയ്യുക. 0 degree Celsius തന്നെ നിൽക്കും, ഫർദർ ഇൻക്രീസ് ചെയ്യൂല. എപ്പോഴാണ് പിന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക? മുഴുവൻ ഐസും മെൽറ്റ് ചെയ്ത് ലിക്വിഡായി കഴിഞ്ഞാൽ അത് 0 degree Celsius വാട്ടർ ആയിട്ട് മാറും. സോ ബി ടു സി എന്നുള്ള റീജിയണിൽ മെൽറ്റിംഗ് ഓഫ് ഐസാണ് നടക്കുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സാണ്. ഇവിടെ നമ്മുടെ ആക്സിസിലുള്ളത് ടൈമും ടെമ്പറേച്ചറാണ്. ബട്ട് ഫ്രം റീജിയൺ ബി ടു സി ദി ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നില്ല. നൗ സിയിൽ എന്ത് ചെയ്യും? മുഴുവൻ ഐസും മെൽറ്റ് ചെയ്തിട്ട് വാട്ടർ ആവും. ദെൻ സി ടു ഡി ഹീറ്റിംഗ് ഓഫ് ലിക്വിഡ് വാട്ടർ റീജിയൺ ആണ്. ഈ റീജിയണിൽ അഗെയിൻ നേരത്തെ നമ്മൾ ഐസ് ഹീറ്റ് ചെയ്തതുപോലെ ലിക്വിഡിനെ നമ്മൾ 0 degree Celsius ലിക്വിഡിനെ 100 degree Celsius ലിക്വിഡ് വരെ നമുക്ക് ഹീറ്റ് ചെയ്യാൻ കഴിയും. സോ 100 degree Celsiusൽ എത്തിക്കഴിഞ്ഞാൽ ദെൻ ഡി ടു ഇ ദെൻ വാപ്പറൈസിങ് ആണ്. അതായത് ലിക്വിഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് സ്റ്റീമായിട്ട് മാറുന്ന റീജിയണിലാണ്. എഗെയിൻ അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കിയാൽ ഇവിടെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ റീജിയൻ ഡി ടു ഇ ഉണ്ട്. അതായത് നിങ്ങൾ ടൈമിൻ്റെ ടേംസിൽ പറഞ്ഞാൽ 27 മിനിറ്റ്സ് തൊട്ട് ഒരു അറൗണ്ട് 90 മിനിറ്റ്സ്, മോർ ദാൻ 90 മിനിറ്റ്സ് പിന്നെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നില്ല. ടെമ്പറേച്ചർ 100 degree Celsius തന്നെ കീപ്പ് ചെയ്യണം. നൗ ഇവിടെയുള്ള മുഴുവൻ ലിക്വിഡും സ്റ്റീമായി കഴിഞ്ഞാൽ ദെൻ നിങ്ങൾക്ക് ആ സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ നിങ്ങൾക്ക് റൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് കർവ് ഈസ് സെഡ് ടു ബി ദി ഹീറ്റിംഗ് കർവ് ഓഫ് വാട്ടർ. ദിസ് ഹീറ്റിംഗ് കർവ് ഓഫ് വാട്ടറിൽ നമുക്ക് പറയാനുള്ള 2 പോയിന്റ്, ഒന്ന് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസും ദെൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ്. ഹായ്, നൗ ലെറ്റ് us see what is Clausius-Clapeyron equation. Clausius-Clapeyron equation. Consider a substance and let its melting point or boiling point is temperature T and it is at some pressure P. So T is the melting point or boiling point at some pressure P. So pressure is taken to be P. Now I am increasing this pressure by a dP amount. So now our pressure is P plus dP. Okay. So what will happen to the temperature T? നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ടെമ്പറേച്ചർ ടിക്ക് എന്ത് സംഭവിക്കും? സപ്പോസ് ദിസ് ടെമ്പറേച്ചർ ചേഞ്ചസ് ബൈ ഡി ടി എമൗണ്ട്. Then, according to Clausius-Clapeyron equation, dP by dt will be equal to L by T into V2 minus V1. Now, in this equation, L is the latent heat. Here, L represents the latent heat. So, നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു മെൽറ്റിംഗ് പോയിന്റ് മീൻ സോളിഡ് ലിക്വിഡ് ആവുന്ന ട്രാൻസിഷൻ ആണ്. ഇൻ ദിസ് കേസിൽ സോളിഡ് ലിക്വിഡ് ആവുന്ന ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുക. സോ ഈ കേസിൽ ഇൻവോൾവ് ചെയ്ത ലാറ്റന്റ് ഹീറ്റ് ആയിരിക്കും. നമ്മൾ ബോയിലിംഗ് പോയിന്റ് കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കേസിൽ ഇൻവോൾവ് ചെയ്ത ലാറ്റന്റ് ഹീറ്റും നമ്മളിവിടെ ലാറ്റന്റ് ഹീറ്റ് ആയിട്ട് വരും. സോ ലാറ്റന്റ് ഹീറ്റ് ഓഫ്
ഇപ്പോൾ വാട്ടറിൻ്റെ കേസിൽ ലാറ്റൻ ഹീറ്റ് ഓഫ് ഐസ് ആവാം ഓർ ലാറ്റൻ ഹീറ്റ് ഓഫ് സ്റ്റീം ആവാം. അത് മെൽറ്റിംഗ് പോയിന്റിന്റെ ചേഞ്ച് ആണോ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റിന്റെ ചേഞ്ച് ആണോ സ്റ്റഡി ചെയ്യുന്നത് അനുസരിച്ചിട്ട് മാറും. ഓക്കെ, നൗ ടെമ്പറേച്ചർ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു ഞാൻ. V2 മൈനസ് V1 എന്ന് പറഞ്ഞാൽ V2 ഈസ് ദി ഫൈനൽ വോള്യം ആൻഡ് V1 ഈസ് ദി ഇനീഷ്യൽ വോള്യം. Now these are specific volumes. Specific volume. Specific volumes. Specific volumes means V2 is specific volume of the substance before the transition. V1 V2 after the transition, V1 before the transition. Final ആണ് V2, V1 ആണ് initial. Now let us discuss what is the effect of change of pressure on the melting point. So melting point means solid is converted into liquid. ഇനി സോളിഡ് ലിക്വിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ വോള്യം. V2ഉം V1ഉം ഡിഫറൻസ് ഉണ്ടാവും. അതായത് നമ്മൾ എടുക്കുന്ന സോളിഡിന്റെ വോള്യമാണ് V1, കൺവേർട്ട് ചെയ്ത് വരുന്ന ലിക്വിഡിന്റെ വോള്യമാണ് V2. ഓക്കെ, so suppose I am considering a case in which V2 is greater than V1. So V2 is greater than V1. If V2 is greater than V1, let us consider our Clausius Clapeyron equation. dP by dt is equal to L by T into V2 minus V1. Here change in pressure, change in temperature dt, latent heat L ഉണ്ട്, temperature T ഉണ്ട്, V2 minus V1 ഉണ്ട്. So V2 minus V1 ഇവിടെ RHS ഡിനോമിനേറ്ററിൽ വരുന്നുണ്ട്. Now if V2 minus V1 is positive, അതായത് V2 is greater than V1, then V2 minus V1 പോസിറ്റീവ് ആകും. So this implies that dP by dt will be positive. Second case ഒരു കൺസിഡർ പെട്ടെന്ന് മനസ്സിലാവും. If I consider V2 is less than V1, then according to our equation, since then V2 minus V1 will be negative, so dP by dt will be negative. Okay, so dP by dt is positive. That means the rate of change of pressure with respect to temperature is positive. If rate of change of pressure with respect to temperature is positive, in such case melting point of substance will increase with increase in pressure. So dP by dt is positive. That means melting point will increase. Melting point will increase with pressure. Will increase with pressure. And vice versa, that is melting point will decrease with decreasing pressure. With pressure means with pressure increases. So simply എഴുതുമ്പോൾ pressure increase ചെയ്ത് കഴിഞ്ഞാൽ melting point increase ചെയ്യും. ഞാൻ upward arrow ഇട്ട് കഴിഞ്ഞത് increases എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, also if I decrease pressure decrease ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ melting point decrease ചെയ്യും. അപ്പോൾ നമ്മൾ മൗണ്ടൻസിന്റെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ പ്രഷർ ഡിക്രീസ് ചെയ്യും അവിടെ. സോ മെൽറ്റിംഗ് പോയിന്റ് ആ കേസിൽ ഡിക്രീസ് ചെയ്യും. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു കേസ് ആണെങ്കിൽ പ്രഷർ കുക്കറിനകത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോ അവിടുത്തെ കേസിൽ മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, നൗ V2 മൈനസ് V1 ലെസ് ദാൻ V2 ഈസ് ലെസ് ദാൻ V1 ആണെങ്കിൽ dP by dt നെഗറ്റീവ് ആണ്. സോ ഈ സബ്സ്റ്റൻസിന്റെ കേസിൽ എന്താ സംഭവിക്കുക? ഈ സബ്സ്റ്റൻസിന്റെ കേസിൽ since the rate of change of pressure with respect to temperature is negative, melting point of substance will decrease with increasing pressure. Pressure increase ചെയ്യുമ്പോൾ melting point decrease ചെയ്യും. Melting point increase ചെയ്യും എപ്പോൾ? Pressure decrease ചെയ്യുമ്പോൾ. This will happens if if V2 is less than V1. ഇനി എപ്പോഴാണ് V2 greater than V1 ആവുക? If you consider വാക്സിന്റെ കേസിൽ വാക്സ് പിന്നെ മെൽറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ലിക്വിഡിന്റെ വോള്യം വാക്സ് എന്നുള്ള സോളിഡിനേക്കാൾ കൂടുതലായിരിക്കും. സോ വാക്സിന്റെ കേസിൽ V2 ഈസ് ഗ്രേറ്റർ ദാൻ V1. സോ വാക്സിന്റെ കേസിൽ ഇതാണ് സംഭവിക്കുക, മെൽറ്റിംഗ് പോയിന്റ് വിൽ ഇൻക്രീസ് വിത്ത് പ്രഷർ. ഇനി വാട്ടർ കൺസിഡർ ചെയ്താലോ? വാട്ടറിന്റെ കേസിൽ ദിസ് ഈസ് ട്രൂ, V2 ഈസ് ലെസ് ദാൻ V1. സോ വാട്ടറിന്റെ കേസിൽ ഈ സെക്കൻഡ് കേസ് ആണ്. So melting point of ice will decrease with increase in pressure. ഞാൻ വാട്ടർ എന്ന് ഉദ്ദേശിച്ചാൽ ഐസിനെ കേട്ടോ. വാട്ടർ മീൻസ് ഐസ് ഉരുകിയിട്ടാണല്ലോ വാട്ടർ ഉണ്ടാവുന്നത്. So the point is melting point of ice decreases with increase in pressure. Hence ice will melt at a temperature lower than 0 degrees Celsius.
അറ്റ് എ പ്രഷർ ഹയർ ദാൻ നോർമൽ പ്രഷർ. നോർമൽ പ്രഷറിനേക്കാൾ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വാട്ടർ മീൻസ് ഐസ് മെൽറ്റ് ചെയ്യും 0°C താഴ്ന്ന ടെമ്പറേച്ചറിൽ. പ്രഷർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യണം. നോർമൽ പ്രഷറിലാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണെങ്കിൽ 0°C ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആവുക. സോ മെൽറ്റിംഗ് നമ്മളുടെ കേസിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് നോർമൽ പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് 0°C താഴെയുള്ള ടെമ്പറേച്ചറിലായിരിക്കും അവിടെ ഐസ് മെൽറ്റ് ചെയ്യുക. ഓക്കെ, ന്യൂമറിക്കൽ വാല്യൂ എത്ര എന്നുള്ളതൊക്കെ നമുക്ക് പ്രഷറിന്റെ വാല്യൂ നിങ്ങൾ ദിസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രഷറിന്റെ ചേഞ്ച് ഇൻ പ്രഷർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ആ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലം ആയിട്ട് അത് ചെയ്യും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ ഓൺ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഇനി നമുക്ക് ഈ മെൽറ്റിംഗ് പോയിന്റിന് പകരം ബോയിലിംഗ് പോയിന്റ് കേസ് എടുക്കാം. ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ ഓൺ ബോയിലിംഗ് പോയിന്റ്. നൗ ബോയിലിംഗ് പോയിന്റിന്റെ കേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് മീൻസ് നമ്മുടെ ലിക്വിഡ് ഗ്യാസ് ആവുന്ന ടെമ്പറേച്ചർ ആണ്. എനി ലിക്വിഡ് ഗ്യാസ് ആവുന്ന കേസിൽ വി ഫൈനൽ വിൽ ബി ഗ്രേറ്റർ ദാൻ വി ഇനീഷ്യൽ. ഇത് എക്സെപ്ഷണൽ വേറൊരു കേസ് ഇല്ല. ഇവിടെ നമുക്ക് വാട്ടറിന്റെയും അഥവാ ഐസിന്റെയും വാക്സിന്റെയും കേസിൽ രണ്ട് കേസ് വന്നു. V2 is greater than V1 ഉം V2 is less than V1 ഉം. ബട്ട് ഇൻ കേസ് ഓഫ് ബോയിലിംഗ് ഓൺലി വൺ കേസ് എക്സിസ്റ്റ് ചെയ്യുന്നു, അതായത് V2 will be always greater than V1. സോ ഈ ഫസ്റ്റ് കേസിന്റെ കേസ് പോലെ വരും ബോയിലിംഗ് പോയിന്റിന്റെ കേസിൽ. സിൻസ് V2 is greater than V1, dP/dt പോസിറ്റീവ് ആണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ വിത്ത് ടെമ്പറേച്ചർ ഈസ് പോസിറ്റീവ്. സോ ബോയിലിംഗ് പോയിന്റ് ഇതുപോലെ വരും. ബോയിലിംഗ് പോയിന്റ് വിൽ ഇൻക്രീസ് വിത്ത് പ്രഷർ. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും, പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും. Solve this numerical problem. The problem is a solid melts at 217 degrees Celsius. So melting point is 217 degrees Celsius and the latent heat of melting is 60 calorie per gram. If the decrease in the specific volume is 0.08 centimeter cube per gram, calculate the change in melting point if pressure is increased by 2 atmosphere. സോ നമ്മുടെ ഒരു ഗിവൺ സോളിഡ് ഉണ്ട്. ആ സോളിഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഗിവൺ ആണ് 217 ഡിഗ്രി സെൽഷ്യസ്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് മെൽറ്റിംഗ് ഈസ് 60 കാലറി പെർ ഗ്രാം ആണ്. ഓക്കെ, ദെൻ സ്പെസിഫിക് വോളത്തിന് ഡിക്രീസ് ഗിവൺ ആണ്. നമ്മുടെ പ്രഷറിന്റെ ഇൻക്രീസും നമുക്ക് കിട്ടി തന്നിട്ടുണ്ട്. സോ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താണ്? ക്ലോഷ്യസ് ക്ലാപ്പറോൺ ഇക്വേഷൻ dP/dt ഈസ് ഈക്വൽ ടു L/T ഇൻറ്റു V2 മൈനസ് V1. സോ ഈ ഇക്വേഷനിൽ V2 minus V1 is given, that is 0.08 centimeter cube per gram. ഇത് given ആണ്. Then latent heat L given ആണ്, that is 60 calorie per gram. Then temperature അത് 217 degree Celsius കെൽവിനിലേക്ക് മാറ്റി നിങ്ങൾക്ക് ടെമ്പറേച്ചറും given ആണ്. ഇനി നമുക്ക് dP given ആണ്, ചേഞ്ച് ഇൻ പ്രഷർ ടു അറ്റ്മോസ്ഫിയർ. Then dt ആണ് കാണേണ്ടത്. സോ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് എഴുതണം? dt ന്റെ ഇക്വേഷൻ എഴുതണം. ആൻഡ് if you write down dt will be equal to dP/L into temperature V2 minus V1. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ 2 സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഈ ഇക്വേഷൻ എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് അതിന്റെ ഇൻവേഴ്സ് കൺസിഡർ ചെയ്തു. dt/dP will be equal to T into V2 minus V1 by latent heat L. ഇനി dt കാണണമെങ്കിൽ പ്രഷറിനെ നിങ്ങൾ ഈ സൈഡിലേക്ക് കൊണ്ടുപോകണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദാറ്റ് വിൽ ബി dt. സോ ഇതാണ് നമുക്ക് dt ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് ഈസ് dp? dp ഈസ് ഗിവൺ ടു ബി 2 atmosphere. നമ്മൾ SI യൂണിറ്റിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. So 2 atmosphere will be equal to 2 into 10 raised to 9 Pascal. Pascal means Newton per meter square. Okay. Into temperature 217 degrees Celsius എന്ന് പറഞ്ഞാൽ 217 plus 273 വേണം. So that will be 490 Kelvin into V2 minus V1 is given to be 0.08. So that is 0.08 centimeter cube per gram. സോ ഇവിടെ നമ്മൾ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. V2 minus V1 is said to be 0.08 centimeter cube per gram. അപ്പോൾ ഇവിടെ നമ്മൾ SI യൂണിറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 0.08 ഇൻറ്റു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 raised to minus 2 മീറ്റർ ആണ്.
റേസ് ടു 3 ബൈ കിലോഗ്രാമിൽ എന്ത് വരും, കിലോ അത് ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ താഴെ ഒരു 10 റേസ് ടു മൈനസ് 3 വരും. സോ ദിസ് വിൽ ബി 0.08 ഇൻറ്റു 10 റേസ് ടു മൈനസ് 6 ബൈ 10 റേസ് ടു മൈനസ് 3. So that will be 0.08 into 10 raised to minus 3. So 0.08 into 10 raised to minus 3 വരും എന്ത്, V2 minus V1. ഓക്കെ, ഇനി ഡിനോമിനേറ്ററിൽ എല്ല് കൂടെ നമ്മൾ ആഡ് ചെയ്യണം. എല്ല് ലാറ്റൻ ഹീറ്റ് 60 കാലറി ആണ്. അതിനെ നമ്മൾ പിന്നെ ജൂളിലേക്ക് മാറ്റുമ്പോൾ 60 ഇൻറ്റു 4.2 വരും. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നൗ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ്, നൗ വൺ മോർ തിങ് ചെയ്യാനുണ്ട്. ഇവിടെ കാലറി പെർ ഗ്രാം ആണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാം കിലോഗ്രാമിൽ എടുത്തുകൊണ്ട് ഇതിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം. സോ ഒരു ഗ്രാമിന് 60 കാലറി ഉണ്ടെങ്കിൽ ജൂളിലേക്ക് മാറ്റുമ്പോൾ ഇത് എന്ത് വരും, 60 ഇൻറ്റു 4.2 ജൂൾ പെർ ഗ്രാം ആയിരിക്കും. ബട്ട് നമ്മളുടെ 1 കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കിലോഗ്രാമിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തത്, അതൊക്കെ കിലോഗ്രാമിലേക്ക് മാറ്റി. സോ ഞാനിവിടെ എന്ത് ചെയ്യണം, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതർവൈസ് നിങ്ങൾക്ക് താഴെയുള്ള ഗ്രാം 10 റേസ് ടു മൈനസ് 3 കിലോഗ്രാം ഒരു 10 റേസ് ടു മൈനസ് 3 മുകളിലേക്ക് പോകുമ്പോൾ 10 റേസ് ടു പ്ലസ് 3 ആവും. അതാണ് ഞാൻ 10 റേസ് ടു പ്ലസ് 3 കൊടുത്തത്. ഓക്കെ, ഇനി ഈ വാല്യൂസ് നിങ്ങൾ കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. then you will get the answer as 0.0311 Kelvin. സോ നമ്മൾ ആൾറെഡി ഇനീഷ്യലി ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ 217 ഡിഗ്രി സെൽഷ്യസ് അഥവാ 490 കെൽവിൻ ആയിരുന്നു. ഈ 490 കെൽവിൻ എന്ത് ചെയ്യും, 0.311 കെൽവിൻ ഇൻക്രീസ് ചെയ്യും മെൽറ്റിംഗ് പോയിന്റ്. ഒരു സ്മോൾ ചേഞ്ച് ഉണ്ടായിട്ടുള്ളൂ നമ്മളുടെ ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ. ലാർജ് ചേഞ്ച് ഒന്നും പ്രഷർ 2 അറ്റ്മോസ്ഫിയർ ചെയ്തപ്പോൾ ഉണ്ടായിട്ടില്ല. ഈ കേസിൽ ഒരു സ്മോൾ ചേഞ്ച് ആണ് റിസൾട്ട് ആയിട്ട് കിട്ടിയത്. ഓക്കെ, നമുക്കൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. Now in the next problem, calculate the depression in melting point of ice. So this is a problem of ice. Melting point of ice produced by 1 atmosphere increase of pressure. So pressure increase 1 atmosphere ആണ്. Yeah. Then given latent heat of ice is equal to 80 calorie per gram. So latent heat is given. Specific volume of 1 gram ice and water are 1.091 centimeter cube and 1 centimeter cube respectively. So 1 gram ഐസിന്റെ വോള്യം 1.091 ആണ്. പക്ഷെ വാട്ടറിന്റെ വോള്യം 1 centimeter cube ആണ്. So volume of ice is greater than volume of വാട്ടർ. വാട്ടറിന്റെ വോള്യം ഐസിന്റെ വോള്യത്തേക്കാൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഡെൻസിറ്റിന്റെ കേസിൽ ഐസിന്റെ ഡെൻസിറ്റിയും വാട്ടറിന്റെ ഡെൻസിറ്റിയും തമ്മിൽ നമുക്ക് സാധാരണ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യാണ് ചെയ്യുക ഡെൻസിറ്റി ഐസ്. ജനറലി നമ്മൾ സോളിഡ് ലിക്വിഡ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ പൊതുവെ സോളിഡിന്റെ ഡെൻസിറ്റി ആയിരിക്കും ലിക്വിഡിനേക്കാൾ കൂടുതൽ. ബട്ട് വാട്ടറിന്റെ കേസിൽ നേരെ തിരിച്ചാണ്. അതായത് വാട്ടറിൽ ഐസ് ഫ്ലോട്ട് ചെയ്യും. സോ ഇവിടുത്തെ നിങ്ങൾക്ക് ഇവിടെ വോള്യം നോക്കിയാൽ തന്നെ അത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ അത് നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താ, ഡിപ്രഷൻ ഇൻ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് എത്രത്തോളം ഡിക്രീസ് ചെയ്യും എന്നുള്ളതാണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ. നമുക്ക് ചെയ്ത് നോക്കാം. സോ we have the change in pressure dp is given to be 1 atmosphere. നമ്മളതിനെ SI യൂണിറ്റിലേക്ക് മാറ്റണം. സോ നമുക്ക് അവിടെ 10 റേസ് ടു 5ന്റെ ഫാക്ടർ വരും. 10 റേസ് ടു 5 പാസ്കൽ വരും, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, then next L തന്നിട്ടുണ്ട് 80 calorie per gram ആണ്. So that will be equal to 80 into 4.2 joule. ഗ്രാം ആകുമ്പോൾ നമ്മൾ താഴെ 10 raised to minus 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 80 into 4.2, ഇതൊരു 4×32 മുഴുവൻ നിങ്ങൾ ചെയ്താൽ 336 വരും. 336 joule per kilogram എന്ന് വരും L. Now V2 minus V1 കാണണം. സോ V2 എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയം 1 centimeter cube 1 ആണ്. ഇനീഷ്യൽ 1.091 ആണ്. സോ ദിസ് ഈസ് ഇൻ സെന്റിമീറ്റർ ക്യൂബ്. ഇതിനെ നമ്മൾ മീറ്റർ ക്യൂബിലേക്ക് മാറ്റുമ്പോൾ 1 സെന്റിമീറ്റർ is equal to 10 raised to minus 2 meter ആണ്. സോ 1 centimeter cube will be 10 raised to minus 2 cube, that is 10 raised to minus 6 meter cube. So this will be minus 0.091 into 10 raised to minus 6 meter cube. ഇനി ടെമ്പറേച്ചർ കാണണം. 273 കെൽവിൻ ഗിവൺ ആണ്. ഐസ് മെൽറ്റ് ചെയ്യണം. അപ്പോൾ 273 കെൽവിൻ ആണ് ടെമ്പറേച്ചർ മെൽറ്റിംഗ് പോയിന്റ്. നൗ ടെമ്പറേച്ചർ ചേഞ്ച് ഡി ടിന്റെ ഇക്വേഷൻ എഴുതുക. ഡി ടി വിൽ ബി ഈക്വൽ ടു, ഓൾറെഡി നമ്മൾ എഴുതിയ ഇക്വേഷൻ ആണ്, ഡി പി ഇൻറ്റു ടി ഇൻറ്റു വി ടു മൈനസ് വി വൺ ബൈ എൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
So 10 raised to 5 into 273 Kelvin into 0.91 into 10 raised to സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് അതിൻ്റെ ആവശ്യമില്ല. ഡി ടി മൈനസ് നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ മൈനസ് അതിന് വേണമെങ്കിൽ ഇടാം. എൽ വിൽ ബി ഈക്വൽ ടു 336, and if you give the all values, this will be equal to 0.0074 Kelvin. So if the temperature, if the atmospheric pressure, the pressure 1 atmosphere increase ചെയ്ത് കഴിഞ്ഞാൽ, pressure 2 atmosphere ആയി കഴിഞ്ഞാൽ നമ്മുടെ മെൽറ്റിംഗ് പോയിന്റിലുള്ള ചേഞ്ച് ഒരു സ്മോൾ ചേഞ്ച് ആണ്, 0.0074 കെൽവിൻ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഓൾ.